BaBu Monz TeChz അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് എനിക്ക് വലിയ പിടിയില്ല, എന്നെക്കൊണ്ടാണ് ഇപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചതാണ്. അപ്പോൾ എന്ത് സാധനമാണെന്ന് വലിയ പിടിയില്ല. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഈ സംഭവം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് മെല്ലെ തുറന്നു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ചാനൽ പുതിയതായിട്ട് ആരും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ പഴയ വീഡിയോസ്, പുതിയ വീഡിയോസ് എല്ലാം കാണാൻ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് സംഭവം പുറത്തെടുക്കട്ടെ, എന്താണെന്ന് നോക്കട്ടെ. ഓക്കെ, ഇതാണ് MiVi DuoPods M20 വയർലെസ് ഇയർഫോൺസ്. TWS ആണ്, ട്രൂ വയർലെസ് ഇയർഫോൺസ് ആണ് MiViൻ്റെ. ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് ഒരു 6 മാസം മുമ്പേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൈസ് എന്താ 1500 സംതിങ്. ഇപ്പം ഡിസ്കൗണ്ടിൽ ആ പ്രൈസ് ഞാൻ അവസാനം പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തെല്ലാം എന്ന് പറഞ്ഞാൽ HD സ്റ്റീരിയോ സൗണ്ടാണ്, ലോസ്ലെസ് ഓഡിയോ ആണ്. ഓക്കെ, പിന്നെ സൂപ്പർ സോളിഡ് ബേസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഡ്രൈവേഴ്സ് എല്ലാം ഏറ്റവും എന്താ പറയുക 4 അങ്ങനെ ലേറ്റസ്റ്റ് എന്തോ സംഭവമാണ്. പിന്നെ സ്വെറ്റ് പ്രൂഫാണ്, IPX 4.0ൻ്റെ വാട്ടർ റേറ്റിംഗ് ഉണ്ട്. പിന്നെ 20 മണിക്കൂറിൻ്റെ ബാറ്ററി ലൈഫ് കിട്ടും. പിന്നെ 1 ടച്ച് പ്ലേ പോസ് ആൻസർ കോളുണ്ട്, അങ്ങനത്തെ ടച്ചാണുള്ളത്. അപ്പോൾ പ്ലേ ചെയ്യാൻ, പോസ് ചെയ്യാൻ, കോൾ ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്, 1 കൊല്ലത്തെ വാറൻറ്റിയും കൂടി ഉണ്ട്. ഇതിൻ്റെ പാക്കിങ് നല്ല കിഡിലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാക്കറ്റ് നല്ല പൊളിക്കാം. അപ്പോൾ ഇപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം ഈ ബോക്സിനെല്ലാം എഴുതിയ സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ മറ്റേ ഫ്രണ്ടിൻ്റെ അടുത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സാധനത്തിൻ്റെ ക്വാളിറ്റി മീൻസ് പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി എല്ലാം എന്താ പറയുക ഒരു മാറ്റ് ലുക്ക് ആയിരിക്കും. പിന്നെ ഒരു എന്താ പറയുക സ്ലീക്ക് ഡിസൈൻ ആയിരിക്കും. ഒന്ന് സോഫ്റ്റ് എന്നല്ല, ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവും ഒന്ന് ഇയർപോഡിൻ്റെ മേലെല്ലാം. പിന്നെ എല്ലാ ഇയർപോഡ്സിനും പോലെ തന്നെ എന്താ പറയുക ആ കേസിലേക്ക് ഇടാൻ കറക്റ്റായിട്ട് ആ ചാർജിങ്ങിൻ്റെ ആ ഒരു എലങ്ങിൻ്റെ ആ പ്രശ്നം ചെറുങ്ങനെ എപ്പെങ്കിലും ഉണ്ടാവും. അതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ പോയി നിൽക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ സാധനം മാത്രമാണ് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൽ 20 മണിക്കൂറിൻ്റെ ബാറ്ററി ലൈഫാണ് പറയുന്നത്. 20 മണിക്കൂറല്ല, ഇതിലെങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ 6 മണിക്കൂറിൻ്റെ ടൈം കിട്ടും ഓരോ ഫുൾ ചാർജിലും. ഓക്കെ, അപ്പോൾ നമുക്കിനി ബോക്സ് പുറത്തെടുത്ത് നോക്കട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൽ കിട്ടുന്നത് ഡോക്യുമെൻറ്റ്സ്. ആദ്യം തന്നെ നമുക്കുള്ളത് രജിസ്ട്രേഷൻ്റെ ഡോക്യുമെൻറ്റ്. പിന്നെ വേറെ എന്തെല്ലാം എഴുതി കൂട്ടിയൊരു ഡോക്യുമെൻറ്റ്. പിന്നെ വേറെ ഇതെന്താണ് യൂസർ മാനുവൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓരോന്നും വിശദമായി നോക്കാം. ഇത് രജിസ്ട്രേഷൻ്റെ ആണ്. ഇതിൽ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഈ നമ്പറിലേക്ക് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അടുത്തത് നമ്മുടെ ക്രൂ, വെൽക്കം ടു ദ ക്രൂ. ഇവർ എന്താ പറയുക MiViയിലേക്ക് ജോയിൻ ചെയ്തതിൻ്റെ ഒരു നമുക്ക് എന്താ പറയുക വെൽക്കം ലെറ്റർ. ഓക്കെ, പിന്നെ നമ്മുടെ യൂസർ മാനുവൽ, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ഇതിലുള്ളത് ചാർജിങ് ക്യാപ്സ്യൂൾ, ചാർജിങ് കേബിൾ, പിന്നെ സിലിക്കോൺ ജെൽ ടിപ്സ് അങ്ങനെ എഴുതിയിട്ടുള്ളത്. പിന്നെ ചാർജിങ് മാനുവൽ യൂസർ മാനുവലൊന്നും ഞാൻ ഫുള്ളായിട്ട് അങ്ങനെ വായിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം, MiViൻ്റെ സ്വന്തം ഇയർപോഡ്സ്. ഇത് പുറത്ത് വരുന്നില്ലല്ലോ. ഓക്കെ, അങ്ങനെ MiVi പുറത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, കാണാൻ നല്ല കിട്ടിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴെ നമുക്കുള്ളത് നമ്മുടെ സ്വന്തം ഡബ്ബ. ഈ ഡബ്ബേൻ്റെ ഉള്ളിലാണ് നമ്മുടെ അടുത്ത എന്താ പറയുക USB കേബിളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, പിന്നെ പറയാനുള്ളത് ഇത് മൈക്രോ USB കേബിളായിരിക്കും. ഓക്കെ, ഇതിൽ മറ്റേ എന്താ പറയുക Type C കേബിളല്ല, മൈക്രോ USB കേബിളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷേ എന്നാൽ ഒരു കുഴപ്പമില്ലാത്തൊരു ഡീസൻറ്റ് ക്വാളിറ്റീൻ്റെ മൈക്രോ USB കേബിളാണ്. പിന്നെ ഇതിലുള്ളത് ഇയർ ടിപ്സിലെ ഇയർബഡ്സിലെ സിലിക്കൺ ജെൽ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പിന്നെ തുറന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ വയർ തന്നെ നോക്കാം. ഓക്കെ, നമ്മുടെ മൈക്രോ USB വയർ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റീൻ്റെ ഒരു വയറാണ്. ഓക്കെ, അത്ര നീളമൊന്നുമില്ല, കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി. ഈ ഇയർബഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ TWSൻ്റെ മേലെ തന്നെ വന്നിട്ടുള്ള മീഡിയം ഇയർബഡ്സ് ആണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സ്മോളും ലാർജും ആണ്. അത് നിങ്ങൾക്ക് വേണ്ടുന്ന പോലെ നിങ്ങളെ സൈസ് അനുസരിച്ച് മാറ്റാം. ഇനി നമ്മുടെ TWS ട്രൂ വയർലെസ് ഇയർബഡ്സ്. ഓക്കെ, നമ്മുടെ സ്വന്തം ഇയർബഡ്സ്. അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ കുഴപ്പമില്ലാത്തൊരു ലുക്കുള്ള സംഭവം. സോഫ്റ്റ് അല്ല, ഒരു സ്മൂത്തായിട്ടുള്ള മാറ്റ് ഫിനിഷിലുള്ള കളർ ഡിസൈനിലായിട്ടുള്ളതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പുറത്തെടുത്തപ്പാടും തന്നെ ഈ ബ്ലൂവും യെല്ലോൻ്റെ ഒരു ലൈറ്റ് ഇങ്ങനെ കത്തും അതിൻ്റെ മേലെ തന്നെ. അതെന്ന് വെച്ചാൽ പെയറാവുന്നതാണ്. മറ്റേതും കൂടി പുറത്തെടുത്ത് തന്നെ 2 കൂടി പെയറായിട്ട് പിന്നെയും ബ്ലൂവും യെല്ലോയും കത്തും. അത് ഒന്നിൽ മാത്രമായിരിക്കും. എന്താ വെച്ചാൽ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൽ മാത്രം കത്തിക്കഴിഞ്ഞിട്ട് അത് നമ്മുടെ ഫോണായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2ലും കത്തൂല. പിന്നെ അത് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ അത് പെയർ അല്ലെങ്കിൽ മാത്രമാണ് ഇതേപോലെ പിന്നെയും കളർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്
നമ്മുടെ കേസിനെ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 പ്രാവശ്യം നമ്മുടെ ഇയർഫോൺസിനെ ചാർജ് ചെയ്യാൻ പറ്റും. കേസിനെ ഫുൾ ചാർജ് ചെയ്യണം. ഇപ്പോൾ ഇതിൽ 2 ഡോട്ട് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ഫുൾ ചാർജിലല്ല ഉള്ളത്. ഫുൾ ചാർജ് ചെയ്താൽ മാത്രമാണ്, കേസിനെ ഫുൾ ചാർജ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഇയർഫോൺസിനെ 3 പ്രാവശ്യം ചാർജ് ചെയ്യാൻ പറ്റുക. ഓരോ ചാർജിലും 6 മണിക്കൂറിൻ്റെ പ്ലേ ബാക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു ടോട്ടൽ 18 മണിക്കൂറിൻ്റെ പ്ലേ ബാക്ക് കിട്ടും. ഇതിൽ ബോക്സിൽ എഴുതിയിട്ടുള്ള 20 മണിക്കൂറാണ്, പക്ഷേ 18 മണിക്കൂറാണ് മെയിനായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പം ഫുള്ളായിട്ടുള്ള ഓഫ് ആയിട്ടുള്ള മോഡലാണ്. ഇതിങ്ങനെ എടുത്തിട്ട് അവിടെ ഇടുന്ന സമയത്താണ് ഞാൻ പറഞ്ഞൊരു പ്രശ്നം വരുന്നത്. എന്താ വെച്ചാൽ കറക്റ്റായിട്ട് അലൈൻ ആയിട്ടില്ലെങ്കിൽ ആ 2 ഗോൾഡൻ ഡോട്ട് അവിടെ വന്നിട്ടില്ലെങ്കിൽ ചാർജ് ആവില്ല. ഓക്കെ, അപ്പോൾ രണ്ടിലും ഇങ്ങനെ സൈഡ് കൊടുത്തിട്ട് ലെഫ്റ്റും റൈറ്റിൻ്റെയും അതിനെ കൊണ്ട് മാറിപ്പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ലെഫ്റ്റിലത്തെ ചെവിയിലും റൈറ്റിലേക്കും അങ്ങനെ ഇടാനെല്ലാം പറ്റും. അപ്പോൾ ഓവറോൾ എനിക്കൊരു ഇഷ്ടപ്പെട്ട സംഭവമാണ്. ഓക്കെ, ഞാനെന്താ പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യും. എന്താ വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് കുറച്ച് കുറഞ്ഞിട്ടാണുള്ളത്. എനിക്കിപ്പോൾ 699 കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ പ്രൈസ് 1500 സംതിങ് ആയിരുന്നു. എനിക്കിപ്പോൾ ഇത് ഓഫറിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്താ പറഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും. അധികം വലിയ പൈസേൻ്റെ അല്ലാത്ത 1000ൻ്റെ ഉള്ളിലുള്ള ഒരു നല്ലൊരു സംഭവമാണ്. പിന്നെ ഇത് ഗെയിമിംഗ് സപ്പോർട്ട് ചെയ്യും. മീൻസ് അത്ര ലേറ്റൻസി ഒന്നും സംഭവം ഉണ്ടാവില്ല. പിന്നെ എന്ന് വെച്ചാൽ പി സിയിലും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, പി സിയിലും നല്ലോണം ഗെയിം കളിക്കാൻ എല്ലാം പറ്റും. പക്ഷേ ലേറ്റൻസി പി സിയിൽ ചെറുതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബാബു മോൻസ് ടെക്സിലേക്ക്. അപ്പോൾ ബൈ ഫ്രം ബാബു മോൻസ് ടെക്സ്.